നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ അയ്യന്തോൾ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടെ രക്ഷപ്പെട്ടു. ശ്രീലങ്കൻ സ്വദേശി കിഷാന്ത് പരേരയാണ് പോലീസുകാരെ കബളിപ്പിച്ചു മുങ്ങിയത്. രക്ഷപ്പെട്ടത് ഇന്ത്യൻ പാർലമെന്റ് എന്നടയാളപ്പെടുത്തിയ വെള്ള ടീഷർട്ട് ധരിച്ച. ജില്ലയിൽ മഴക്കാല കള്ളന്മാർ വിഹരിക്കുന്നു. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപക മോഷണം. സുപ്രസിദ്ധമായ തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ കള്ളന്മാരുടെ വിഹാരം. വഴിപാട് കൗണ്ടർ തകർത്ത ലക്ഷം രൂപ കൊള്ളയടിച്ചു. ക്ഷേത്രത്തിൽ CCTV ഇല്ലാത്തത് മോഷ്ടാവിന് സഹായകരമായി. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വടക്കാഞ്ചേരി പ്രസ് ക്ലബിന്റെ RM മനക്കലാത്ത് സ്മാരക മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകനും ദൃശ്യമാധ്യമ റിപ്പോർട്ടർക്കുമാണ് പുരസ്കാരം. അച്ചടി മാധ്യമ രംഗത്തെ മികച്ച ലേഖകനുള്ള പുരസ്കാരം മാധ്യമം പത്രത്തിന്റെ വൈപ്പിൻ ലേഖിക ഹസീന ഇബ്രാഹിമിന്. ദൃശ്യമാധ്യമ പുരസ്കാരം ചേലക്കര റൈറ്റ് വിഷൻ ന്യൂസ് ചീഫ് റിപ്പോർട്ടർ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി PB സമീറിന്. ജൂറി കമ്മിറ്റി ചെയർമാൻ V മുരളി അവാർഡ് പ്രഖ്യാപനം നടത്തി. 28 കാലത്ത് 11 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു അവാർഡ് ദാനം നടത്തും. നവ ഇന്ത്യക്ക് യുവശക്തി സന്ദേശം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്ന യങ് ഇന്ത്യ ക്യാമ്പയിൻ 26 മുതൽ ത്രിദിനം തൃശൂർ ജില്ലയിൽ. 26 കാലത്ത് ആദ്യ പരിപാടി ചേലക്കര നിയോജക മണ്ഡലത്തിൽ. ജില്ലാതല ഉദ്ഘാടനം വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ നടക്കും. ഉച്ചതിരിഞ്ഞ് 2 മുതുവറ CN സപ്തതി മന്ദിരത്തിൽ പരിപാടി. ക്യാമ്പയിൻ യുവജനത ആവേശപൂർവ്വം ഏറ്റെടുക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ. അന്നമാണ് ആരോഗ്യം, ആരോഗ്യമാണ് അന്നം സന്ദേശം. അമ്പലപുരം ജനകീയ ആരോഗ്യ സമിതിയുടെ 7 ദിന ഔഷധക്കഞ്ഞി വിതരണം സമാപിച്ചു. സന്തോഷ് നഗറിൽ നടന്ന പരിപാടിയിൽ കണ്ണികളായത് നിരവധി പേർ. 5 ദിനം മതമൈത്രി സംഗമത്തിന് വേദിയായി പെരിങ്ങണ്ടൂർ. കോരിച്ചൊരിയുന്ന മഴയിൽ ദുരിതത്തിന്റെ കൊടുമുടിയേറി യുവദമ്പതികൾ. തെക്കുംകര അടങ്കളത്ത ടാർപോളിൻ ഷീറ്റുകൾ മേൽക്കൂരയും ചുമരുകളുമാക്കി നിർധന കുടുംബം. വീടെന്നാൽ ഇവർക്ക് കുട്ടികളുടെ കളിവീടിനേക്കാൾ ശോചനീയമായ അവസ്ഥയുള്ള സംവിധാനം. ലൈഫ് മിഷൻ പദ്ധതിയിൽ പേരുണ്ടെങ്കിലും ഭവന സ്വപ്നത്തിന് വേണം അധികൃതരുടെ കാരുണ്യം. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പുത്തൻ പദ്ധതികളുമായി വടക്കാഞ്ചേരി നഗരസഭ. പട്ടണത്തിൽ സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ 30 ലക്ഷം രൂപയുടെ പദ്ധതി. ഓട്ടുപാറ KPN നമ്പീശൻ സ്മാരക ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ മാലിന്യം നീക്കുന്നതിനും പദ്ധതി. കിടപ്പ് രോഗികളുടെ വാസസ്ഥലത്ത് നിന്നും ഡയപ്പറുകൾ സ്വീകരിക്കും. കിലോഗ്രാമിന് 45 രൂപയും GSTയും വാങ്ങിയാണ് ഡയപ്പർ സ്വീകരണം. മലയാളി ലോറി ഡ്രൈവർ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അന്തിമഘട്ടത്തിൽ. ശിരൂരിലെ ഗംഗാവതി നദിയിൽ അർജുന്റെ ട്രക്ക് കണ്ടെത്തി. രക്ഷാപ്രവർത്തനത്തിന് കനത്ത തിരിച്ചടിയായി കനത്ത മഴ. മുങ്ങൽ വിദഗ്ധർക്ക് നദിയിൽ ഇറങ്ങാനായില്ല. മഴ മാറിയാലുടൻ രക്ഷാപ്രവർത്തനം. മഴയുടെ രൂക്ഷതയിൽ നിന്ന് പിടിവിടാതെ കേരളം. ശനിയാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനും വിലക്ക്. തൃശൂർ ശക്തൻ സ്റ്റാൻഡും പരിസരവും ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം. മോട്ടോർ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ധർണ. മഴ പെയ്താൽ കാനയും തോടും ബസ് സ്റ്റാൻഡ് ഒന്നാകെ വെള്ളത്തിൽ. അധികാരികൾ ഉറക്കം തൂങ്ങുകയാണെന്ന് കുറ്റപ്പെടുത്തൽ. പ്രതിഷേധ സമരം BMS നേതാവ് സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു. കാടുവിട്ട് കാട്ടാനകൾ പട്ടണത്തിലേക്ക്. പരിഭ്രാന്തി പരത്തി വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ കൊമ്പൻ. ആനകളെ തുരത്താനുള്ള പദ്ധതികൾ കടലാസിലുറങ്ങുമ്പോൾ ജനങ്ങൾക്ക് കൂട്ടുഭീതിയും പരിഭ്രാന്തിയും. സംസ്ഥാന പാത മുറിഞ്ഞുകടന്ന കൊമ്പൻ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിലെ തെങ്ങുകളും വാഴകളും നശിപ്പിച്ചു. ജനവാസ മേഖലയിൽ തമ്പടിച്ചത് അരമണിക്കൂറോളം. പോലീസും വനപാലകരും എത്തി ഗുണ്ടുപൊട്ടിച്ച് കാടുകയറ്റി.